പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി വചന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരഹൃദയത്തിൽ നിങ്ങൾ മറയ്ക്കപ്പെടട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ വീണ്ടും കണ്ടുമുട്ടാൻ കർത്താവ് അനുവദിച്ചു. കർത്താവിന് നമുക്ക് നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ ബഹുമാനപ്പെട്ട സേവക്കാൻ വട്ടാരച്ചനെ കണ്ടിട്ട് കുറച്ച് നാൾ ആയല്ലോ എന്നൊരു ചിന്ത നിങ്ങളിൽ പലരുടെ മനസ്സിൽ വരാം. അച്ഛൻ ഇവിടെ ഇല്ല എന്നൊരു ചിന്ത വരാം. അച്ഛൻ ഇവിടെ തന്നെ ഉണ്ട്. അച്ഛന് നമ്മുടെ അട്ടപ്പാടി സഖ്യ ധ്യാന കേന്ദ്രത്തിൽ മാസത്തിൽ ഒരാഴ്ച ഫുള്ള് അച്ഛൻ ലീഡ് ചെയ്യുന്ന ധ്യാനമുണ്ട്. അത് അച്ഛൻ തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആദ്യ വെള്ളിയാഴ്ച കൺവെൻഷൻ പഴയതുപോലെ തന്നെ അച്ഛൻ ലീഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ വട്ടാരച്ചൻ പിന്നെ നമ്മുടെ ഫോർമേഷൻ, കുട്ടികളുടെ ഫോർമേഷൻ കാര്യങ്ങൾ, പിന്നെ പുറത്ത് ഉള്ള കൺവെൻഷൻ ശുശ്രൂഷകളൊക്കെയാണ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. വലിയൊരു കൂട്ടായ്മയിലുള്ള ഒരു ശുശ്രൂഷയാണ്. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ വലിയൊരു കൃപ ഉള്ളതുകൊണ്ടാണ് ഈ ശുശ്രൂഷകളെല്ലാം കർത്താവാണ് ഇതെല്ലാം നയിച്ചുകൊണ്ട് പോകുന്നത്. നമുക്ക് കർത്താവിന് നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഓരോ അഭിഷേകാഗ്നി എപ്പിസോഡിൻ്റെ തലേ ദിവസം അനേകം കുടുംബങ്ങൾ ഉപവാസം എടുത്തെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ശനിയാഴ്ച ദിവസങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കി. ഞാനിത് ഇടയ്ക്ക് പറയുന്നത് പുതിയ ആൾക്കാർ അഭിഷേകത്തെ കാണുന്നവരാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ഉദ്ദേശിച്ചാണ് പറയുന്നത്. പിന്നെ പഴയവർക്ക് ഒരു ഓർമ്മ പുതുക്കലും ആകട്ടെ. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു ഒരുങ്ങാം. കർത്താവ് ഓരോ സ്തുതിപ്പിൻ്റെ സമയത്തും വലിയ ഡെലിവറൻസ് കർത്താവ് സമൂഹത്തിൽ നൽകും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കുട്ടികളും യുവജനങ്ങളും എല്ലാവരും ചേർന്നുള്ള വലിയ വിവിധ ഭൂഖണ്ഡങ്ങളിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിലും ഒറ്റ കുടുംബമാണ്. അഭിഷേകാഗ്നി ഒറ്റ കുടുംബമാണ്. അപ്പം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ശക്തമായി കർത്താവിൻ്റെ ഒരു ഇടപെടൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഓരോരുത്തരും ഓരോ ശുശ്രൂഷ സംബന്ധിക്കും ഓരോ നിയോഗം വെക്കുന്നുണ്ട്. അതെല്ലാം ദൈവം പ്രത്യേകം പരിഗണിക്കും. അനേകം പേരുടെ മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. നമ്മൾ ഒറ്റയ്ക്കല്ല ഈ ശുശ്രൂഷ, വലിയൊരു കൂട്ടായ്മയുടെ ശുശ്രൂഷയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. കർത്താവായ ഈശോയെ, ഈ അഭിഷേകാഗ്നി ശുശ്രൂഷകളിലൂടെ അനുഗ്രഹം പ്രാപിച്ച പതിനായിരങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഈ ശുശ്രൂഷകളിലൂടെ അങ്ങ് ചെയ്യാൻ പോകുന്ന വൻ കാര്യങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേലുള്ള ബന്ധനങ്ങളും കെട്ടുകളും തടസ്സങ്ങളും രോഗപീഠകളും അവിടുന്ന് ശാസിക്കുന്നതിനെ ഓർത്ത് ബന്ധിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ദൈവമേ, വെളിപാടിന്റെ പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ അവിടെ നിങ്ങനെ വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ.
യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം കൊണ്ട് പിശാചിന്റെ മേൽ വിജയമുണ്ട്. അവരാകട്ടെ യേശുവിന്റെ രക്തത്തിന്റെ അത്ഭുതകരമായ ശക്തിയാൽ പിശാചിന്റെ മേൽ വിജയം നേടി. യേശുവിന്റെ രക്തം കർത്താവേ ഞങ്ങളുടെ ഹൃദയത്തിന്റെ എല്ലാ നിർജീവ പ്രവർത്തികളെ കഴുകി വിശുദ്ധീകരിക്കുന്ന വചനമുണ്ടല്ലോ, ഞങ്ങൾ ഉറപ്പായി വിശ്വസിക്കുന്നു. കാര്യങ്ങൾ ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവായ ദൈവമേ, സഭയ്ക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യത്തിന്റെ അധികാരം ഉപയോഗിച്ച് അർപ്പിക്കാൻ പോകുന്ന വിശുദ്ധ കുർബാന അനന്ത യോഗ്യതയാൽ, പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അമലോത്ഭവത്തിന്റെ യോഗ്യതയാൽ തിരുസഭയോട് ചേർന്ന് കർത്താവേ പത്രോസ് പൗലോസ് എന്നവരുടെ അകമ്പടിയോട് ചേർന്നതുകൊണ്ട് ഞങ്ങളുടെ ആത്മീയ നേതൃത്വമായ പിതാക്കന്മാരോട് ബഹുമാനപ്പെട്ട സേവക വടാച്ചന്റെ ആത്മീയ കൂട്ടായ്മയോട് ചേർന്നതുകൊണ്ട് ഓ കർത്താവേ കൈകൾ ഉയർത്തി ചങ്കപ്പെട്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ദാസന്മാരെയും ഇവരുടെ കുടുംബങ്ങളെ ശല്യം ചെയ്യുന്ന എല്ലാ ദുഷ്ടാരൂപങ്ങളെയും പൈശാചിക ശക്തികളെയും തടസ്സങ്ങളെയും ബന്ധനങ്ങളെയും ആധിപത്യങ്ങളെയും യേശു നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, വിട്ടൊഴിഞ്ഞ് നിത്യാഗ്നി നിബന്ധിക്കട്ടെ. കൈകൾ അടിച്ച് യേശുവിന്റെ നാമത്തിൽ കൈകൾ ഉയർത്തി കൈയടിച്ച് രക്തം രക്തം യേശുവിൻ രക്തം മോചനമേകും യേശുവിൻ by the power and the holy blood of Jesus യേശുവിൻ രക്തം deliverance മോചനമേകും യേശുവിൻ രക്തം 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 യേശുവിൻ രക്തം മോചനമേകും യേശുവിൻ രക്തം. പ്രാർത്ഥിക്കുക, കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷങ്ങളെ അവിടുന്ന് കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അവിടുന്ന് ആകാശം ചായച്ച് ഇറങ്ങി വരണമേ എളുപ്പപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നാളുകളായി ഈ കുടുംബങ്ങളെ ശല്യം ചെയ്ത രോഗപീഠകൾ, പൈശാചിക പീഠകൾ, ഒരാൾക്ക് രോഗം വന്നു കഴിയുമ്പോൾ അടുത്ത ആൾക്ക് എന്ന രോഗം പോലെ ഓ ദൈവമേ മരുന്ന് കൊപ്പി ആറ്റിടാതെ കുടുംബത്തിൽ തലമുറ വംശം പരമ്പര രോഗപീഠകളും പൈശാചിക ബന്ധനങ്ങളും യേശു നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, വിട്ടൊഴിഞ്ഞ് നിബന്ധിക്കപ്പെട്ടു. തീരാവ്യാധികൾ നീങ്ങട്ടെ, രോഗം മാറട്ടെ, തീരാവ്യാധികൾ നീങ്ങട്ടെ, സൗഖ്യത്തിൻ ശക്തി എന്റെ ദേഹിയിൽ നിറയട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യത്തിൻ ശക്തി എന്റെ ദേഹിയിൽ നിറയട്ടെ. രോഗം മാറട്ടെ, രോഗം മാറട്ടെ, തീരാവ്യാധികൾ നീങ്ങട്ടെ. രോഗം മാറട്ടെ, തീരാവ്യാധികൾ നീങ്ങട്ടെ, സൗഖ്യത്തിൻ ശക്തി എന്റെ ദേഹിയിൽ നിറയട്ടെ. സൗഖ്യത്തിൻ ശക്തി എന്റെ ദേഹിയിൽ. കൈകൾ ഉയർത്തി രക്തം രക്തം യേശുവിൻ രക്തം മോചനമേകും യേശുവിൻ രക്തം 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 യേശുവിൻ രക്തം മോചനമേകും യേശുവിൻ രക്തം 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 യേശുവിൻ രക്തം മോചനമേകും യേശുവിൻ രക്തം. ഹല 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 യേശുവേ 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 യേശുവേ. ഓ കർത്താവായ ദൈവമേ, ജോബിന്റെ ഭവനത്തിന് ചുറ്റും അവിടുന്ന് വേലി കണ്ട് സംരക്ഷിക്കുന്ന വചനമുണ്ടല്ലോ കർത്താവേ. ഞാൻ അതിന് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കുമെന്ന് വചനമുണ്ടല്ലോ കർത്താവേ. തിരുരത്വത്തിന്റെ വലിയ കോട്ട, തിരുരത്വത്തിന്റെ വലിയ സംരക്ഷണം ഞങ്ങളുടെ ചുറ്റും, കുടുംബങ്ങളുടെ ചുറ്റും, വസ്തുവിനും എല്ലാത്തിനും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രക്തക്കോട്ട രക്തക്കോട്ട എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാ ദൂതന്മാരെ എനിക്ക് ചുറ്റും കാവലിനായി വലിയ ദൈവിക സംരക്ഷണം. രക്തക്കോട്ട 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 എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാ ദൂതന്മാരെ എനിക്ക് ചുറ്റും കാവലിനായി യേശുവിന്റെ പരിശുദ്ധ രക്തത്തിന്റെ കോട്ട. യേശുവിൻ രക്തം മോചനമേകും യേശുവിൻ രക്തം 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 യേശുവിൻ രക്തം മോചനമേകും യേശുവിൻ രക്തം 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 യേശുവിൻ രക്തം മോചനമേകും യേശുവിൻ കർത്താവേ, വലിയ സംരക്ഷണം കുടുംബങ്ങൾ ഉണ്ടാകട്ടെ. ദൈവദൂതന്മാരുടെ സംരക്ഷണം ഉണ്ടാകട്ടെ.
വിശുദ്ധന്മാരുടെ മാധ്യസ്ഥത്തിന് വലിയ സംരക്ഷണം ഉണ്ടാകണമേ. പരിശുദ്ധ അമ്മയുടെ വിശുദ്ധ ദേവസ്വപിതാവിന്റെ മധ്യസ്ഥ സഹായം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന 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 യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. കർത്താവിന്റെ മുൻപിൽ നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ബന്ധങ്ങൾ നിലനിർത്താൻ എന്ത് ചെയ്യണം. സന്തോഷത്തോടെ പറയാവോ? ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അത് കുടുംബജീവിതമായാലും സമർപ്പിത ജീവിതമായാലും ഏകസ്ഥ ജീവിതമായാലും പൗരോഹിത്യ ജീവിതമായാലും ബന്ധങ്ങൾ, മനുഷ്യരുടെ സമൂഹ ജീവിയാണ്, ബന്ധങ്ങൾ സ്വാഭാവികമാണ്. പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. കുടുംബത്തിൽ മാതാപിതാക്കന്മാരും മക്കളും തമ്മിലുള്ള ബന്ധം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം, ജീവിത പങ്കാളിയുടെ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം, അല്ലേ, ചെറിയ പേരക്കിടാങ്ങളും വല്യപ്പനും വല്യപ്പനും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ അയൽക്കാരുമായിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു ഇടവക സമൂഹം എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി എന്ന നിലയിൽ പലതരത്തിൽ ബന്ധങ്ങൾ പുലർത്തുന്നവരാണ് നമ്മൾ. ഇതെല്ലാം വളരെ നന്നായിട്ട് കൃപയിൽ നല്ലൊരു സന്തോഷകരമായ രീതിയിൽ ഇത് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ബൈബിളിൽ അതിനാൽ തന്നെ ദൈവസ്നേഹവും സഹോദര സ്നേഹവും വേർതിരിക്കാൻ പറ്റാത്ത വിധമുള്ള ഒരു സംഗതിയായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. യോഹന്നാന്റെ ലേഖനത്തിന് വചനം പഠിപ്പിക്കുന്ന നമുക്കറിയാം, ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുകയും അതേസമയം സഹോദരനെ സ്നേഹിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ അവൻ കള്ളം പറയുന്നു എന്നുള്ളതാണ് വചനം. അപ്പോൾ ദൈവസ്നേഹവും സഹോദര സ്നേഹവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ബന്ധം നന്നായി പോകണമെങ്കിൽ അതിനകത്ത് സ്നേഹത്തിൻ്റെ അളവ് വർദ്ധിച്ചു വരണം. അതെല്ലാം നമുക്കറിയാവുന്ന ഒരു കാര്യങ്ങളാണ്. അതിനെക്കുറിച്ചല്ല സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് നമ്മൾ അനുദിനം നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവസ്നേഹത്തിൽ സഹോദര സ്നേഹത്തിൽ വ്യാപരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ സ്നേഹത്തിൽ നിന്ന് ഉത്ഭൂതമാകുന്ന ചില പെരുമാറ്റ രീതികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മ സഹായത്താൽ ഒരുമിച്ച് ചിന്തിക്കാവുന്ന പരിശ്രമിക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ ആത്മീയനായി മാറുന്തോറും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ബന്ധങ്ങളൊക്കെ നിലനിർത്താൻ ഒരു പ്രത്യേക കൃപ കർത്താവ് നൽകും. അല്ലെങ്കിൽ ഒരാൾ തെറ്റിലകപ്പെട്ടാൽ ആ വ്യക്തി എങ്ങനെയാണ് അതിനെ പരിഹരിക്കുക, അതിനെല്ലാം മാർഗനിർദ്ദേശങ്ങൾ ബൈബിളിൽ നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ ഒരു സംഗതി, ബൈബിളിൽ ഈ സ്നേഹബന്ധം നന്നായിട്ട് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ സ്നേഹവും ബഹുമാനവും വളരെ ഒരുമിച്ച് പോകുന്ന സംഗതിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതിൽ മുന്നിട്ട് നിൽക്കണമെന്നുള്ള ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പത്രോസ്ലീഹ എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 17-ാം തിരുവചനം വചനം വെളിപ്പെടുന്നത് ഇങ്ങനെയാണ്. സ്ക്രീനിൽ വചനം ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാവരും കൂടി ചേർന്നങ്ങ് വായിക്കാം. എല്ലാ മനുഷ്യരെയും ബഹുമാനിക്കുവിൻ, നമ്മുടെ സഹോദരരെ സ്നേഹിക്കുവിൻ, ദൈവത്തെ ഭയപ്പെടുവിൻ, രാജാവിനെ ബഹുമാനിക്കുവിൻ. ഹല്ലേലൂയാ. ഹല്ലേലൂയ. വചനം വെളിപ്പെടുത്തുകയാണ്, എല്ലാ സഹോദരന്മാരെയും നമ്മൾ സ്നേഹിക്കണം, ആരെയും മാറ്റി നിർത്തരുത്. എല്ലാവരെയും എന്ന് പറഞ്ഞാൽ ഒരാളെ ഒഴിവാക്കിയിട്ടില്ല. എന്നിട്ട് പറയാണ്, എല്ലാ മനുഷ്യരെയും ബഹുമാനിക്കുകയും ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ സ്നേഹിച്ചാൽ മാത്രം പോരാ, സ്നേഹത്തിൽ നിന്ന് ഒരു ബഹുമാനം നമ്മുടെ ഉള്ളിൽ വരണം. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ സ്നേഹവും ബഹുമാനവും വളരെ ഒരുമിച്ച് പോകുന്ന ഒരു സംഗതിയാണ്. കാരണം ബൈബിളിൽ സ്നേഹത്തെക്കുറിച്ച്, ബഹുമാനത്തെക്കുറിച്ച്, ബന്ധത്തെക്കുറിച്ച് ഒക്കെ പറയുമ്പോൾ ഈ രണ്ട് വചനങ്ങൾ എപ്പോഴും ചേർന്ന് പോകുന്നത്, അതായത് ഇപ്പോൾ ഒരു ജോഡി എന്നതുപോലെ ഇതെല്ലാം ഇങ്ങനെ ഒരുമിച്ചാണ് ബൈബിൾ വെച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ഇത് തമ്മിലൊരു ബന്ധമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്നേഹം ഉണ്ടെങ്കിൽ അതിനകത്തൊരു ബഹുമാനം വരണം. റോമാ ലേഖനത്തിൽ 12-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ തിരുവചനം അതിനിങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, നിങ്ങൾ അന്യോന്യം സഹോദര തുല്യം സ്നേഹിക്കുവിൻ. തുറന്ന് പറയുകയാണ്,
പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ടു നിൽക്കുവേൻ. ഹല്ലേലൂയാ. ഹല്ലേലൂയ. അപ്പൊ സ്നേഹത്തിന്റെ കൂടെ ഓരോ മനുഷ്യരെയും ബഹുമാനിക്കുന്നതിൽ നമ്മൾ മുന്നിട്ട് നിൽക്കണം. നമ്മൾ ചിന്തിച്ച് നോക്കിയേ, നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മളെക്കാൾ മുതിർന്നവര് അല്ലെന്നല്ല എന്തെങ്കിലുമൊക്കെ വേറെ ഒരു ലെവലിലുള്ളവര്, അവരെയൊക്കെ ആയിരിക്കും പലപ്പോഴും നമ്മൾ ബഹുമാനിക്കുന്നത്. അങ്ങനെയല്ല, എല്ലാ മനുഷ്യരെയും സ്നേഹിക്കണം, എല്ലാ മനുഷ്യരെ ബഹുമാനിക്കണം. അപ്പം നമ്മളിൽ മുന്നിട്ട് നിൽക്കേണ്ട ഒരു ഗുണവിശേഷം, മറ്റൊരു വാക്കുകൾ പറഞ്ഞാൽ ഒരു കൃപ എന്ന് പറയുന്നത് ബഹുമാനമാണ്, ആദരവാണ്. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. വീണ്ടും പത്രോസിലേക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ തിരുവചനത്തിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തെക്കുറിച്ച്, കുടുംബ ജീവിതത്തെക്കുറിച്ച് പത്രോസ്ലീഹ പറയുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്: സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിനി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കണം. Praise the Lord. Praise the Lord. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അത് സ്ത്രീ എന്ന പുരുഷനെന്ന വ്യത്യാസമില്ല, ചില ബലഹീനതകൾ, ചില കുറവുകൾ, ചില പോരായ്മകൾ ഒക്കെ കാണുമ്പോൾ നമുക്ക് ഈ ബഹുമാനവും ആദരവും ഒക്കെ കുറഞ്ഞു പോകാം. ഓ, അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെയല്ലേ, പിന്നെ നമ്മളിപ്പോൾ എന്താ ഇപ്പോൾ തൊഴാൻ പോണത്, എന്തിനാ നമ്മളിപ്പോൾ ബഹുമാനിക്കാൻ വേണ്ടി പോകുന്നത്, അങ്ങനെയൊക്കെയുള്ള ചില ചിന്തകൾ വരാം. അതുകൊണ്ട് ബൈബിൾ മുൻകൂട്ടി പറഞ്ഞിരിക്കുകയാണ്, വചനം എപ്പോഴും ഒരു മുൻകൂട്ടി ചില സൂചനകൾ തരും. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള അപകടങ്ങളെ മുൻകൂട്ടി ചൂണ്ടിക്കാണിച്ച് തരുന്നതാണ് ദൈവവചനത്തിൻ്റെ പ്രത്യേകത. പത്രോസ്ലീഹയുടെ ജീവിതത്തിൽ ഒരു അപകടം വരാൻ പോവുകയാണ്, അപ്പം മുൻകൂട്ടി വചന സൂചന തരികയാണ്. ഒരുപാട് തലങ്ങളിലുണ്ട്. വചനം എപ്പോഴും മുൻകൂട്ടി ചില സൂചനകൾ നമ്മുടെ ജീവിതത്തിൽ തന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് മറ്റുള്ളവരെ പോലായ്മ കാണുമ്പോൾ, മറ്റുള്ളവരുടെ ബലഹീനത കാണുമ്പോൾ പിന്നെ നമുക്ക് ബഹുമാനം കുറയുന്നു, ആദരവ് കുറയുന്നു, അതിനേക്കാൾ ഉപരി സ്നേഹം കുറയുന്നത് കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, അങ്ങനെ ഉള്ള ഒരാളുടെ ബലഹീനതയാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ബന്ധങ്ങൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ചില ബലഹീനതകൾ. ചില ആൾക്കാർക്ക് ഒരു കോപമായിരിക്കാം, ചില ആൾക്കാർക്ക് പൊട്ടിത്തെറിയായിരിക്കാം, ചില ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ മിണ്ടാതിരിക്കായിരിക്കാം, ഒരു സൈലന്റ് റിയാക്ഷൻ ആയിരിക്കാം. പല രീതിയിലായിരിക്കും അതെല്ലാം വരുന്നത്. അത് സമൂഹ ജീവിതത്തിലും പിന്നെ കുടുംബ ജീവിതത്തിലൊക്കെ പല രീതിയിൽ അതിൻ്റെ ബഹിർസ്ഫുരണങ്ങൾ വരാം. ചിലപ്പോൾ ചിലപ്പോൾ ഒരു കുത്തുവാക്കായിട്ടായിരിക്കും വരണത്. അങ്ങനത്തെ പല രീതിയിൽ വരാം. അങ്ങനെ ഒരു ബലഹീനത നമ്മളോട് ബന്ധം പുലർത്തുന്ന, നമ്മുടെ കൂടെ ജീവിക്കുന്ന, അല്ലെങ്കിൽ നമ്മളുമായിട്ടുള്ള ഒരു ബന്ധത്തിലുള്ള ഒരാൾക്ക് കണ്ടാൽ അവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നും കൂടെ വചനം വെളിപ്പെടുത്തുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അത് ഈശോയെ കുറിച്ച് വളരെ മനോഹരമായിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഹെബ്രായ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിന്റെ 15-ാം തിരുവചനം, ഹീബ്രൂസ് ചാപ്റ്റർ 4:15 നമുക്ക് വായിക്കാം. നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അപ്പൊ ഈശോ മിശിഹായാകുന്ന പ്രധാന പുരോഹിതനെ കുറിച്ച്, നമ്മുടെ കർത്താവിനെ കുറിച്ച്, നമ്മുടെ രക്ഷകനെ കുറിച്ച് ബൈബിളിൽ മനോഹരമായി എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം എങ്ങനെയാണ്? നമ്മുടെ ബലഹീനതകളിൽ സഹതപിക്കുന്നവനാണ് നമ്മുടെ ഈശോ, നമ്മുടെ കർത്താവ്. നമുക്കൊരു ബലഹീനത ഉണ്ടെങ്കിൽ അതിനോട് സഹതപിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ആർക്കെ പറഞ്ഞ ഹല്ലേലൂയാ. ഹല്ലേലൂയ. ഒരു സുഹൃത്ത് ബന്ധത്തിലാണെങ്കിൽ, ഒരു ബലഹീനതയുള്ള ഒരാൾ നിന്റെ സുഹൃത്താണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് മരണ്ട ഒരു മനോഭാവം എന്ന് പറയുന്നത് അവിടെ ബഹുമാനം കുറയരുത്, അവിടെ കുറ്റപ്പെടുത്തൽ വരരുത്, അവിടെ താരതമ്യം വരരുത്, അവിടെ മാറ്റി നിർത്തൽ വരരുത്. മറിച്ച് നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു വികാരം എന്ന് പറയുന്നത് ദൈവവചനപ്രകാരം ഒരു സഹതാപമാണ് വരേണ്ടത്. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ ഒരു ആത്മാർത്ഥമായ സുഹൃത്ത്, വളരെ ക്ലോസ് ആയിട്ടുള്ള ഭയങ്കര സ്നേഹവും ബഹുമാനവും ആദരവൊക്കെ ഉള്ള സുഹൃത്ത് എന്തെങ്കിലും ഒരു കുഴപ്പത്തിൽ ചാടിയാൽ അല്ലേ, പെട്ടെന്ന് തന്നെ നമ്മൾ അവനെ സഹതപിക്കും. അവനൊരു ഒരു ഒരു കൂട്ടായ്മയിൽ വരതുകരെ നീട്ടിക്കൊടുക്കും അല്ലേ, അവനെ എങ്ങനെ സഹതപിക്കും, സാരമില്ല പോട്ടെ, നമുക്ക് കയറി വരാൻ ശരിയാകും. അത് തന്നെയാണ് ബൈബിൾ ഒരു സുഹൃത്ത് ബന്ധത്തെക്കുറിച്ച് വചനം വെളിപ്പെടുത്തുന്നത്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 37-ാമത്തെ അധ്യായത്തിന്റെ 12-ാം തിരുവചനത്തിലാണ്, ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 37:12 വായിക്കാം. ദൈവഭക്തനും കൽപ്പനകൾ പാലിക്കുന്നവനെന്ന് ഉറപ്പുള്ളവനും നിന്റെ സ്വഭാവത്തിന് ഇണങ്ങുന്നവനും നിന്റെ പരാജയത്തിൽ
സഹതപിക്കുന്നവനുമായ ഒരുവനോട് എപ്പോഴും ഒട്ടി നിൽക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ ഒരു സുഹൃത്ത് ബന്ധത്തെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുകയാണ്. ദൈവകൽപ്പനകൾ പാലിക്കുന്നവെന്ന് ഉറപ്പുള്ളവനായിരിക്കണം, നമ്മുടെ സ്വഭാവത്തിന് ഇണങ്ങുന്നവനായിരിക്കണം, ദൈവഭക്തനായിരിക്കണം. എന്നിട്ട് പറയുക, നിനക്കൊരു ബലഹീനത ഉണ്ടായാൽ, നിനക്കൊരു കുറവുണ്ടായാൽ, നിനക്കൊരു പരാജയം ഉണ്ടായാൽ നിന്നോട് സഹതപിക്കുന്നവനുമായിരിക്കണം. പറഞ്ഞു ഹല്ലേലൂയാ. ഹല്ലേലൂയ. അപ്പോ നമ്മുടെ ജീവിതത്തിൽ നല്ല ബന്ധങ്ങൾ നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ അതിനകത്ത് സ്നേഹമെന്ന് പറയുന്ന ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടത്. അത് കഴിഞ്ഞാൽ ബഹുമാനം വരണം. പിന്നെ പറയാണ്, ഒരാൾക്കൊരു കുറവുണ്ട്, ഒരാൾക്കൊരു പോരായ്മയുണ്ട്, നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്കൊരു കുറ്റപ്പെടുത്തൽ, ഒരു വിമർശനം, മാറ്റത്തിലല്ല, പിന്നെയോ ഒരു സഹതാപം നമ്മുടെ ജീവിതത്തിൽ വരണം. ഹല്ലേലൂയാ. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരണമെന്നുണ്ടെങ്കിൽ അടുത്ത് ഒരു തലമില്ലാതെ അത് എളുപ്പമല്ല. അതിതാണ് സഹോദരങ്ങളെ, നമ്മളിലുള്ള ചില വ്യർത്ഥാഭിമാനം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതൊരു ഭയങ്കര സംഗതിയാണ്. ഈ വ്യർത്ഥാഭിമാനം എന്ന് പറയുന്ന സംഗതി അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് എളിമയുടെ ഒരു തലത്തിലേക്ക് വരണം. അപ്പോൾ ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ട് പോവുക എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് സംഗതികളുണ്ട്. ഫിലിപ്പി ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 3 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ, മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങളൊന്നും ചെയ്യരുത്, മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരെ താല്പര്യം പരിഗണിക്കണം. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ഹല്ലേലൂയാ. ഹല്ലേലൂയ. അപ്പൊ ഈശോയുടെ ഒരു മനോഭാവമാണ്. ഈശോയ്ക്ക് ഒരാളുടെ വീഴ്ച കണ്ടാൽ സഹതാപമാണ്. അതാണ് സ്വർഗത്തിന്റെ ഇന്നത്തെ അവസ്ഥ. നമ്മൾ എത്ര പ്രാവശ്യം വീണു, നാഴിക്ക് 40 വട്ടം വീണിട്ടും നമ്മുടെ ഈശോ നമ്മൾ ഇപ്പോഴും സഹതാപം കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഹല്ലേലൂയാ. ഹല്ലേലൂയ. അതേപോലെ തന്നെ ഈശോയുടെ മറ്റൊരു മനോഭാവമാണ്, ക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവമാണ്. എന്താണ്? സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോലെ മറ്റുള്ളവരുടെ താല്പര്യം കൂടെ നോക്കണം. നമ്മൾ ആ വ്യർത്ഥാഭിമാനം വെടിഞ്ഞ് എളിമയുടെ തലത്തിലേക്ക് വരണം. എന്നിട്ട് പറയാണ്, ഓരോരുത്തരെയും തങ്ങളെക്കാൾ ശ്രേഷ്ഠരായിട്ട് കരുതണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്റെ ഭക്ഷണം, എന്റെ കുളി, എന്റെ നടത്തം, എന്റെ കാര്യങ്ങൾ അങ്ങനെ മാത്രം നോക്കിയാൽ പോരാ, ഒരു എളിമയുടെ തലത്തിലേക്ക് വരണം. ഹല്ലേലൂയാ. ഹല്ലേലൂയ. അപ്പൊ ബഹുമാനം കുറവ്, എളിമപ്പെടൽ കുറവ്, സഹതാപം കുറവ്, പിന്നെ എങ്ങനെ ശരിയാകും എന്ന് പറ. റോമാലേഖനത്തിൽ 12-ാമത്തെ അധ്യായത്തിന്റെ 14 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങളിൽ വീണ്ടും അതിന് സൂചന തരികയാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവൻ, അനുഗ്രഹിക്കുക അല്ലാതെ ശപിക്കരുത്, സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കുവൻ, കരയുന്നവരോട് കരയുവൻ, നിങ്ങൾ അന്യോന്യം യോജിപ്പോടെ വർദ്ധിക്കുവൻ. ഇനിയുള്ള വാക്യം പ്രധാനപ്പെട്ടതാണ്, ഔദത്യം വെടിഞ്ഞ് എളിയവരുടെ തരത്തിലേക്ക് ഇറങ്ങി വരുവിൻ. ഹല്ലേലൂയാ. ഹല്ലേലൂയ. സാധിക്കുന്നിടത്തോളം, അതിന് അവസാനത്തെ പറയാം, സാധിക്കുന്നിടത്ത് എല്ലാവരും സമാധാനത്തെ വർദ്ധിക്കണം. അതായത് വചനം വെളിപ്പെടുത്തുകയാണ്, നമ്മുടെ ഔദത്യം വെടിയണം, എന്നിട്ട് എളിമയുടെ തലത്തിലേക്ക് നമ്മൾ ഇറങ്ങി വരണം. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഈ ഔദത്യം എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. ഔദത്യം എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അതായത് എളിമയുടെ നേരെ ഓപ്പോസിറ്റ് എന്ന് വിചാരിച്ചാൽ മതി. പ്രധാനം പറഞ്ഞാൽ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, ഇനിയിപ്പോൾ അവൻ അങ്ങോട്ട് വരട്ടെ, ഇവൻ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ ഇങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ, ഇങ്ങനത്തെയുള്ള പലതരം സംഗതികളുണ്ട്. അതാണ് എളിമയുടെ തലത്തിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, ഔദത്യം വെടിയാൻ പറ്റുന്നില്ല. ഒരു സ്ഥലത്ത് നമ്മൾ ചെല്ലുന്നത്, നമ്മളിങ്ങനെ പ്രത്യേകിച്ച് മാറി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെല്ലേണ്ട ഒരാളല്ല, ഒരു പ്രശ്നത്തെ ഇടവ് അങ്ങനെ ഇങ്ങനെ മാറി നിൽക്കുന്നൊരു പ്രകൃതം, അതെല്ലാ തരത്തിലും ബാധിക്കും എൻ്റെ സഹോദരങ്ങളെ. ഇനി ഇവിടെ എളിമയില്ല, സഹതാപം ഇല്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഗതികളൊന്നും ഇല്ല. പലപ്പോഴും മറ്റുള്ളവരുടെ ജീവിതത്തിലെ ഓരോ ബലഹീനതകളും കുറവുകളും പോരായ്മകളും നമ്മുടെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ടുള്ള പെരുമാറ്റങ്ങളും കാണുമ്പോഴാണല്ലോ പ്രശ്നം ഉണ്ടാകുന്നത്. അതാണ് കർത്താവ് പറയുന്നത്, നമ്മുടെ ഇഷ്ടം മാത്രം നോക്കിയ പോലെ അവരുടെ ഇഷ്ടവും താല്പര്യങ്ങളും പരിഗണിക്കണം. അപ്പൊ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സംഗതി എന്താണെന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ അതിൻ്റെ 24:79 ആ ഖണ്ഡികയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്, അപകീർത്തിപ്പെടുത്തലും ഏഷണിയും അയൽക്കാരനുള്ള സൽപ്പേരും ബഹുമാനവും നശിപ്പിക്കുന്നു. ബഹുമാനം എന്നത് മനുഷ്യമഹാത്മ്യത്തിന് നൽകപ്പെടുന്ന സാമൂഹിക സാക്ഷ്യമാണ്. ഓരോരുത്തരും തൻ്റെ
നാമത്തോടുള്ള ബഹുമാനത്തിനും സൽപ്പേരിനും ആദരവിനും സ്വാഭാവികമായ അവകാശമുണ്ട്. അതുകൊണ്ട് അപകീർത്തിപ്പെടുത്തലും ഏഷണിയും നീതിയുടെയും സ്നേഹത്തിന്റെയും സുഹൃതങ്ങളെ ഭജിക്കുന്നു. ഹല്ലേലൂയാ. അപ്പോൾ ഓരോ വ്യക്തിക്കും അവന്റെ നാമത്തിന്, അവന്റെ സ്ഥാനത്തിന്, അതിൻ്റെ ഒരു ബഹുമാനത്തിന്, ആദരവിന് അവകാശമുണ്ട്. അതിന് പകരം കുറ്റപ്പെടുത്തല്, അപകീർത്തിപ്പെടുത്തല്, അസൂയ, അങ്ങനത്തെ ഒരുപാട് സംഗതികൾ വരാൻ പാടില്ല. ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. അത് വചന വിരുദ്ധമാണ്. ഇനി ഒരാൾ ഒരു തെറ്റിൽ അകപ്പെട്ടു എന്ന് കരുതുക, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ സഹോദരങ്ങളെ, സൗമ്യത കൊണ്ടും സഹിഷ്ണുത കൊണ്ടും ഈ പറഞ്ഞ സ്വഭാവ ഭീഷണങ്ങൾക്ക് അവരെ വീണ്ടെടുക്കണം. ഗലാത്യ ലേഖനത്തിൽ 6-ാമത്തെ അധ്യായത്തിന് 1-ാം തിരുവചനം, ഗലേഷ്യൻ ചാപ്റ്റർ 6:1. സഹോദരരെ, ഒരുവൻ എന്തെങ്കിലും തെറ്റിലകപ്പെട്ടാൽ ആത്മീയരായ നിങ്ങൾ സൗമ്യതയോടെ അവനെ വീണ്ടെടുക്കുവിൻ. നിങ്ങളും പ്രലോഭിതരാകാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതുകൊണ്ട് ഒരു വ്യക്തി ആത്മീയനാണെങ്കിൽ ഒരു ലക്ഷണം ഉണ്ടാകും. എന്താ ലക്ഷണം എന്നറിയാവോ? ഒരാളെ തെറ്റിലകപ്പെട്ടാൽ, ഒരാൾക്കൊരു കുറവ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ കുറെ ബഹളവും കുറെ ചാട്ടവും കുറെ തുള്ളലും, അങ്ങനെയല്ല, സൗമ്യതയോടുകൂടി അവനെ വീണ്ടെടുക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുട്ടികളാണെങ്കിൽ മാതാപിതാക്കന്മാർ വഴക്ക് പറയണ്ടെന്നുള്ളതോ, ഒരു ഫോർമേഷൻ കൗൺസിലാണെങ്കിൽ ശാസിക്കണ്ടെന്നോ എന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ എൻ്റെ സഹോദരങ്ങളെ, ഒരു സൗമ്യതയുണ്ട് അതിനകത്ത്. ഒരു ശാസിക്കലിനകത്തൊരു കോപം കൂടെ വരാൻ പാടില്ല. ഒരു ഇഷ്ടക്കേടിനകത്ത് അതിൻ്റെതായ എരിവും കൂടെ കയറി വരാൻ പാടില്ല. അതാണ് ഒരു വ്യക്തി ആത്മീയനാകുന്നതിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ്. അവന് സൗമ്യത കൂടി വന്നുകൊണ്ടിരിക്കും, നഷ്ടപ്പെട്ടവരെ വീണ്ടെടുത്തുകൊണ്ടിരിക്കും. ലൂക്കായുടെ ശേഷം 17-ാമത്തെ അധ്യായത്തിൽ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കുവൻ. നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ അവനെ ശാസിക്കുക, പശ്ചാത്താപിച്ച് അവനെ ക്ഷമിക്കുക. ദിവസത്തിൽ 7 പ്രാവശ്യം അവൻ നിനക്കെതിരെ പാപം ചെയ്യുകയും 7 പ്രാവശ്യവും തിരിച്ചു വന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു എന്ന് പറയുകയും ചെയ്താൽ നീ അവനോട് ക്ഷമിക്കണം. എത്രയാ? ദിവസത്തിൽ 7 പ്രാവശ്യം. അപ്പോഴാണ് അപ്പസ്തലന്മാർ പ്രാർത്ഥിച്ചത്, എൻ്റെ പൊന്നു കർത്താവേ, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതിന് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ. തിമോത്തിയോസ് ലേഖനത്തിന് വചനം വെളിപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യമെന്ന് പറയുന്നത്, പശ്ചാത്തപിച്ച് രക്ഷയിലേക്ക് അവൻ മടങ്ങി വരാനുള്ള ഒരു അനുതാപം ദൈവം കൊടുക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കൃപകളെല്ലാം ദൈവത്തിൽ നേടിയെടുത്ത് ബന്ധങ്ങൾ നല്ല കൃപയിലായിരിക്കാൻ കർത്താവ് തന്നെ നമ്മളെ സഹായിക്കട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥകളെല്ലാം അങ്ങയുടെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങൾ, ഞങ്ങളുടെ ബന്ധങ്ങൾ, കർത്താവ് എല്ലാം കൃപയിൽ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് ആഗ്രഹമാണ്. പക്ഷെ പലപ്പോഴും പറ്റുന്നില്ല. ദൈവം കൃപ തന്നാൽ മാത്രമേ അത് സാധിക്കുള്ളൂ. ഞങ്ങൾ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു. കർത്താവ്, ഞങ്ങളെ അങ്ങയിൽ ആശ്രയിക്കുന്നു, ഞങ്ങളങ്ങയെ ശരണപ്പെടുന്നു. കർത്താവ്, സ്നേഹത്തിൻ്റെ കൃപ ഞങ്ങളുടെ ഹൃദയമൊക്കെ കൂട്ടിത്തരണമേ. എളിമയുടെ കൃപ ഞങ്ങൾ വർദ്ധിപ്പിക്കണമേ കർത്താവേ. ക്ഷമയുടെ കൃപ ഞങ്ങൾ വർദ്ധിപ്പിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധനമേ. വിനയം പകരണമേ, ക്ഷമയും നൽകണമേ പരിശുദ്ധാത്മാവേ. ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. സ്നേഹം ചൊരിയണമേ, വിനയം പകരണമേ, ക്ഷമയും നൽകണമേ പരിശുദ്ധാത്മാവേ. കാര്യങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ഉച്ചത്തിൽ വിളിക്കുന്ന പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ.